ചോറും മരിച്ചിനി ഉടച്ചതും തോരനും മീൻ കറിയും മീൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഊണ് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് കണ്ണാടിപ്പാരയാണേ. നല്ല ടേസ്റ്റായിട്ടുള്ള ഫിഷാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഫ്രഷും ആയിരുന്നു. നമുക്കിത് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലീനിങ്ങും കട്ടിങ്ങൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് മുന്നേ ഉള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പഴങ്കഞ്ഞി വീഡിയോ ഇല്ലേ, അതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതെങ്ങനെയാണ് മുറിക്കുന്നതെന്നും ക്ലീൻ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതാ മീനൊക്കെ ഞാൻ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തലയും അതിൻ്റെ മുള്ളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ചൊന്നങ്ങ് മാറ്റാം. പിന്നെ ആ ഒരു മുള്ളൊന്നും ഇല്ലാത്ത ഭാഗം മാത്രമായിട്ട് കുറച്ചൊന്ന് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതാ ഫിഷൊക്കെ ഒന്ന് തരംതിരിച്ചൊന്ന് എടുക്കാം. പിന്നെ അത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയാണേ. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരാനും പിന്നെ നമുക്ക് കുറച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് എടുക്കാം. പിന്നെ ഇതിന്ന് പകുതി ഞാൻ ഒന്ന് ഫ്രീസറിലോട്ട് മാറ്റും. കുറച്ചാണ് കേട്ടോ ഞാൻ ഇന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം മീനിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. ഇനി നമുക്ക് മീൻ കറിക്ക് വേണ്ടിയിട്ട് അരപ്പൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ അതവിടെ ഒരു കപ്പോളം തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 10-12ഓളം ചെറിയ ഉള്ളി, പിന്നെ ഒരു 1.5-2 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി, കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറാണേ. പിന്നെ ചെറിയൊരു നാരങ്ങ വലുപ്പത്തിന് പുളിയൊന്ന് വെള്ളമൊഴിച്ച് സോക്ക് ചെയ്ത് നന്നായിട്ട് അതൊന്ന് പിഴിഞ്ഞ് അരിച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അരപ്പൊന്ന് അരച്ചെടുക്കാം. ഇനി കറി വയ്ക്കാനുള്ള ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഞാൻ മുള്ളും തലയും കുറച്ച് മീനും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ കറി വയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞതാണ്, 2-3 തൊണ്ടൻ മുളകും കുറച്ച് മുരിങ്ങക്കായും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ ഇവിടെ കറികൾക്കും ഒരു ചോറൊക്കെ വെക്കാനൊക്കെ ആയിരുന്നാലും കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ വടിച്ച ചോറ് വെക്കില്ലേ, അതിന് ഞാൻ ഉപ്പ് ഉപയോഗിക്കാറില്ല. വല്ലപ്പോഴും മാത്രമേ അങ്ങനെ ചേർക്കുള്ളൂ. നമ്മൾ ഈ ചിക്കൻ കറി കൂട്ടിയിട്ട് കോമ്പിനേഷൻ വരുന്നതിന് മാത്രമാണ് ഞാൻ ഉപ്പ് ചേർത്തിട്ട് ചോറ് വേവിച്ചെടുക്കുന്നത്. അപ്പം സാധാരണ ഉപ്പ് ചേർക്കാറില്ല. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മുഴുവനായിട്ടുള്ള ഉലുവയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് അരച്ചെടുത്തിട്ടുള്ള അരപ്പും കൂടെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് യോജിപ്പിച്ചെടുക്കണേ. എന്നിട്ട് ഇനി നമുക്കിത് സ്റ്റൗവിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഒരു 10-12-13 മിനിറ്റ് അത്രയും മതി കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ്, പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. നല്ല ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു മീൻ കറിക്ക്. ഇത് അടച്ച് വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇനി കുറച്ച് മരിച്ചിനെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും ഇനി ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കാം. മരിച്ചിലേക്ക് ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് വേവിക്കാനുള്ള ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ബീട്രൂട്ട് തോരനും കൂടെ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടി എടുത്ത് വെച്ചതാണ്. മീൻ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു മണമുണ്ട് കേട്ടോ ഈ ഒരു മീൻ കറിക്ക്. മീൻ നമ്മൾ നല്ല ഫ്രഷ് ആണെങ്കിൽ മാത്രം ഇങ്ങനെ തേങ്ങ പച്ചരച്ചിട്ട് കറി വെക്കാൻ പാടുള്ളൂ കേട്ടോ. എങ്കിലേ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ആ കറിക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, അങ്ങ് റെഡി ആയിട്ടൊന്നുമില്ല. മുരിങ്ങയ്ക്ക് കണ്ടല്ലോ പച്ചയായിട്ട് കിടക്കുന്നത്, അതൊന്ന് കുക്കായി വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ കറി ഒന്ന് തിളച്ച് റെഡിയായതിന് ശേഷം ഞാൻ ഒന്ന് മാറ്റി വെച്ചു. പിന്നെ മരിച്ചിനി വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു കുഞ്ഞ് മൺചട്ടി വെച്ച് കൊടുത്തിട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഫ്ലെയിം കുറച്ച് വെച്ച് ചൂടാക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ചട്ടി പൊട്ടി തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ബീട്രൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടും ചെറിയൊരു സവാളയും പിന്നെ 1-2 തണ്ട് കറിവേപ്പിലൊക്കെ ചേർത്തിട്ടാണ് ഒന്ന് വഴിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴിച്ചെടുക്കാം. ആ ബീട്രൂട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം.
ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ രണ്ടായാലും ഓക്കെയാണേ. പിന്നെ ഇതിലും ആ ഒരു മരിച്ചിനിക്കും ഒരു ബീട്രൂട്ടിനൊക്കെ വേണ്ടിയിട്ടാണ് തേങ്ങയും വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഇത് എത്രയും കൂടെ ഒന്ന് ഒതുക്കി ഒന്ന് എടുക്കാം. അപ്പോൾ അതായത് ഇതിനിടയ്ക്ക് ഞാൻ അടപ്പൊന്ന് മാറ്റിയിട്ട് ബീട്രൂട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ട് ഏകദേശം ഒന്ന് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഒതുക്കിയെടുത്താൽ മതി, ഒരുപാട് അങ്ങ് ഫൈനായിട്ട് അരിഞ്ഞു പോകരുതേ. ഞാൻ കുറച്ചിനെ ബീട്രൂട്ടിനും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു മരിച്ചിനി വേവിച്ചതിലും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മരിച്ചിനി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അത് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം അതിലേക്ക് ഉപ്പും കറിവേപ്പിലയും ആ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പും കൂടെ ചേർത്ത് വീണ്ടും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ആ ഒരു തോരനൊന്ന് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അടപ്പൊന്ന് മാറ്റിയിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ തോരൻ റെഡിയായിട്ടുണ്ട്. അത് അടച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതാ ഒരു മരിച്ചിട്ട് നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഉടച്ചൊന്നെടുക്കാം. ഉപ്പ് നമ്മൾ വേവിച്ച് ഊറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർക്കണം കേട്ടോ. നമ്മൾ ഊറ്റുന്ന സമയത്ത് കുറച്ച് ചേർത്തിരുന്നാലും ഈ ഒരു ടൈമിൽ കുറച്ചും കൂടെ ചേർക്കണം, ഇല്ലെങ്കിൽ ഉപ്പ് കാണില്ല. അപ്പോൾ ഇതാ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചൊന്നെടുക്കാം. കപ്പയും താ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉടച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല, എന്നാൽ തീരെ വേവേണ്ട എന്നിട്ടില്ല. ആ ഒരു പാകത്തിനായിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ആ ഒരു മീനും കൂടെ ഒന്ന് പൊരിച്ചിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മസാല പുരട്ടി വെച്ചിട്ടുള്ള ആ ഒരു ഫിഷ് എല്ലാം നമുക്കിതുപോലെ അങ്ങ് വെച്ചെടുക്കാം. കുറച്ച് ഞാൻ മാറ്റി കേട്ടോ, ഫ്രീസറിലോട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് അവർ ഫ്രൈ ആക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് തൊലിയോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് എടുത്ത് കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1-2 തണ്ട് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഇത് ഒരു സൈഡൊന്ന് ആയി കിട്ടും. വളരെ ചെറിയ പീസായിട്ടാണല്ലോ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. തിരിച്ചു വെച്ചെടുക്കാം. 2 സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ആ ഒരു ചട്ടിയിൽ നിന്ന് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാത്രത്തിലോട്ട് മട്ടയരിച്ചോറ്, വേവിച്ച് വെച്ചിട്ടുള്ള ചോറാണേ. പിന്നെ ഇതാ മരിച്ചിനി ഉടച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ബീട്രൂട്ട് തോരനുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഒരു മീൻകറിക്ക് നല്ല ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു ഫിഷ് ഫ്രൈ. അപ്പോൾ ഇതെല്ലാം എടുത്ത് വെക്കുന്ന സമയത്ത് മണം അടിച്ചിട്ട് എവിടെയെന്നില്ലാതെ ആൾക്കാരിങ്ങെത്തും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയും റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.